സേവിയർ വാ. പവിത്ര, ഇത് സേവിയർ. നമസ്കാരം. ഹായ്. നിന്റെ മനസ്സിലുള്ള ആ കൊലയാളിയുടെ രൂപം ഇയാളോട് പറഞ്ഞു കൊടുത്താൽ ഇയാൾ അത് അതുപോലെ വരച്ചു കാണിക്കും. മിടുക്കനാണല്ലോ. അപ്പൊ അതുപോലെ ചെയ്യോ? ഇത് കയറ്റിട്ട് പോരെ? മതി. സേവിയറെ, വരച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളെ വിളിക്കാം. ഞങ്ങൾ പുറത്ത് നിൽക്കാം. ശരി സാർ. കഴിച്ചോ? ഇല്ല. ഇതീത് കിട്ടുന്ന കരുതണ്ടാട്ടോ. ആർക്ക് വേണം? സാറേ, ഇവൻ മഹാ ഉടായിപ്പാ. ഇവൻ പറയുന്ന മുഴുവൻ അങ്ങോട്ട് വിശ്വസിച്ച് ദൈവത്തിന്റെ കയ്യൊപ്പ് എവിടെയാണെന്ന് പറയാൻ പറ്റില്ലടോ. എന്തായാലും ഇവനിലൊരു ദുരൂഹതയുണ്ട്. ശരിയളിയാ. ഗുണ്ടാക്കോരയല്ലേ ഇവൻ? അയ്യോ, നിന്നെ കൊല്ലാനുള്ള കൊട്ടേഷനായിട്ട് വന്നതാ. ഗുണ്ടാക്കോര ചുരുങ്ങിയത് ഒരു 8 കൊല്ലം കിടക്കാനുള്ള വകുപ്പ് എഴുതി ഉണ്ടാക്കിട്ട് പിടിച്ചകത്തിട്ട്. നിന്റെ ശിക്ഷയൊക്കെ കഴിഞ്ഞോ? ഓ, കഴിഞ്ഞ്. ഇനി എന്താ പരിപാടി? സ്വന്തമായിട്ട് പണി ജീവിക്കും. എന്ത് കൊട്ടേഷനോ? അല്ല സാർ, കൃഷി. പോ. വരട്ടെ സാർ. പോടാ. പോയിട്ട് വരട്ടെ സാർ. പോടാ. ഏതാ സാർ, ഇവനെ അറിയില്ലേ? അയാൾ പറഞ്ഞ പോലെ കുറച്ച് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. വാ നോക്കാം. മമ്മൂട്ടി, മോഹൻലാൽ, നരേന്ദ്രമോദി, അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, സണ്ണി ലിയോൺ. ഇവരുടെ ഒക്കെ ചായ ഉണ്ടോ കൊലപാതകയ്ക്ക്? ഏകദേശം. ആറ്റത്തിരിക്കുന്ന ആരാ? എന്റെ അച്ഛനാ സാറേ. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ? ഒരു ഫോട്ടോ കയ്യിലായിരുന്നു. താടി ഭയങ്കര മിടുക്കലാട്ടോ. എടോ, ഇവനോ ബോധമില്ല. വരയ്ക്കണ തനിക്കെങ്കിലും അറിഞ്ഞൂടെ? വരയ്ക്കുന്ന സമയത്ത് ഞാൻ മറ്റൊന്നും ആലോചിക്കാറില്ല. ഞാനും. ഓ, എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല സാറേ, പക്ഷെ കണ്ടാലറിയാം. സാർ എന്നെ ആനന്ദപുരത്ത് എത്തിക്കും. ഞാൻ കാണിച്ചു തരാം കൊല്ലയാളി. കൊലയാളി ആനന്ദപുരംകാരനാണെന്ന് തനിക്ക് അങ്ങനെ അറിയാം? അയാളുടെ ഭാഷ, അയാളുടെ ശബ്ദം ഞാൻ കേട്ടാ സാറേ ആ നാട്ടിലെ ഭാഷ തന്നെ. കേസന്വേഷണത്തിന് വേണ്ടി പവിത്രന് 1 മാസത്തെ പരോൾ അനുവദിച്ചുകൊണ്ടുള്ള ഗവൺമെന്റ് ഓർഡർ. താങ്ക് യു സർ. പക്ഷേ പ്രതിയുടെ സുരക്ഷയും ഉത്തരവാദിത്വവും എസ്തപ്പാന് മാത്രമായിരിക്കും സർ. സാറെന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ആനന്ദപുരത്തേക്കാണ് പോവാൻ പോകുന്നത്. അതാലോചിച്ചതാ. ഓ, സാറിന്റെ വൈഫ് ഹൗസ് അവിടെയാണല്ലോ അല്ലേ? സാറിന്റെ ഭാര്യയുടെ പിണക്കം തീർക്കാനുള്ള ഒരു ചാൻസ്. അതെങ്ങനെ? ബാങ്കോക്ക് പോണോ തറവാട്ടിൽ പോണോ എന്ന് ചോദിച്ചാൽ തറവാടെന്ന് ഏതൊരു പെണ്ണും പറയും. പണ്ട് എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത തറവാട്ടുകാരാ. അന്ന് അവരുടെ മോൾ ഒളിച്ചോടി പോയത് ഒരു ആനപ്പാപ്പന്റെ കൂടെയല്ലേ? ആരായാലും ചെയ്തു പോവും. സോറി സർ. ചേട്ടാ, ഇവിടെ എന്താ സിനിമ ഷൂട്ടിംഗാ? പാറയ്ക്ക് കാളിദാസന്റെ ഫോട്ടോഷൂട്ടാ കലണ്ടറിന് വേണ്ടി. കാളിദാസനും പാപ്പാൻ ധർമ്മപുത്രനും ആ താരങ്ങൾ. കളക്കും. സാറേ, ഷോട്ട് റെഡി ആയിട്ടുണ്ട്. സാറേ, എന്താ ഷോട്ട്? സാറിങ്ങനെ ആനയുടെ കൊമ്പിൽ ഇങ്ങനെ പിടിച്ചേക്കുന്ന സീൻ പാപ്പാനായിട്ട്. അതൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ളൂ. അതിലെന്താ പുതുമയുള്ളത്? എടോ, ഈ ആനയോളം ഫാൻസുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് എന്റെ ഫാൻസിനെ തൃപ്തിപ്പെടുത്തണ്ടേ? ഞാൻ ഒരു ഐഡിയ പറ സാറേ. അതായത് ബാഹുബലിയിലെ പ്രഭാസിന്റെ ഇൻട്രൊഡക്ഷൻ പോലെ ഒരു കാല് ആനയുടെ തുമ്പിക്കൈയിലെടുത്ത് വെച്ച് മറ്റേ കാല് ആനയുടെ മസ്തകത്തിലെടുത്ത് വെച്ച് ഒരു ഫോട്ടോ. അത് മതി. ആരാ സാറേ പ്രഭാസായിട്ട് അഭിനയിക്കുന്നേ? ഞാൻ തന്നെ. ആന ഇടഞ്ഞാലോ? എടോ, ഈ ആനയുടെ 1-ാം പാപ്പാനാണ് ഈ ധർമ്മപുത്രൻ. ഞാൻ തുറപ്പിച്ചൊന്നും നോക്കിയാലുണ്ടല്ലോ, ഒറ്റയടിക്ക് നിന്ന് മുള്ളുകയും ചെയ്യും, ഒപ്പം പിണ്ടോ വീഴും.
അപ്പുറത്ത് ഏതാണ് ഒരു കുഴിയാന? അയാൾക്കില്ല കണ്ണി തോട്ടിട്ട് കളിക്കും ഞാൻ. നീ മോളെ കൊണ്ട് അങ്ങോട്ട് മാറി നിൽക്ക്. അല്ലെങ്കിൽ അവള് പേടിക്കും. വാ, നീ പോയിക്കോ. ഞാൻ ഇവനെ കൊണ്ട് വന്നു. ചെല്ലേ, പോവാം. അല്ല, ഇതാരും നാൻസി കുഞ്ഞോ? കുട്ടിയുണ്ടല്ലോ. ഡൈവേഴ്സ് ആയോ? മുനാലി! ഈശോ, മുനാലി! 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 എന്താടോ? നാൻസി കുഞ്ഞ് ഡൈവേഴ്സ് ആയി കുട്ടീനായിട്ട് വന്നിട്ടുണ്ട്. ഇച്ചായോ? നാൻസി, ആ പാപ്പാനെ നമുക്ക് വേണ്ട കേട്ടോ. അവനെ നാളെ തന്നെ പറഞ്ഞു വിട്ടേക്കണം. അതെന്ത് പറ്റി? അവൻ പാട്ട് പാടുന്ന കേട്ടില്ലേ നീ? അതെന്താ ഇപ്പൊ ഒരു കുറ്റമാണോ? അത് കുറ്റമല്ല. റോസി ആ പാട്ട് പാടുന്നത് ശ്രദ്ധിച്ച് നിൽക്കുന്ന നീ കണ്ടോ? എന്നാ മനുഷ്യ? ഞാൻ പറയുന്നത് കേക്കടി. ആനപ്പാപ്പന്മാരെ കണ്ട ഇളകുന്ന പാരമ്പര്യമുള്ള തറവാടാ ഇത്. എനിക്കതാ പേടി. ആരാത്? ആരാ? ഞാനാ. എന്താ? ആരാ? അല്ല, എന്താ? മുതലാളി വിളിക്കുന്നുണ്ട്. ആരെ? സാറിനെ. ആ, ഞാൻ വരാം. മനുഷ്യന്റെ ഒരാട്ട് പോയി. ലിവർ ഇപ്പം തന്നെ ചക്കേന്റെ അത്രയായി ഡോക്ടർ പറഞ്ഞു. വാ, ഇത് വേണ്ടപ്പച്ച, ഞാൻ ഇവിടെ നിന്നോളാം. ഇരിക്കടോ. കഴിക്കൂ. ഹേ, ആ, മുതലാളി ഇങ്ങനെ ഡെയിലി ഒന്നും ഇല്ല. ഇരുട്ടായി കഴിഞ്ഞ ഒരു 5-6. ഒഴികട്ടെ. അതിപ്പോ എന്ത് ചോദിക്കാനാ? വെള്ളം അടിക്കാത്ത പോലീസുകാരുണ്ടോ? ഈ പോലീസുകാരൊക്കെ ആവുമ്പോ എല്ലാവിധ അലമ്പും ഉണ്ടാവും അല്ലേ? ഞാൻ പൊതുവേ പറഞ്ഞ ഈ കള്ളുകുട്ടിയും പുകവലിയൊക്കെ ഉള്ള ആൾക്കാർക്ക് പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാൻ തന്തന്മാർക്ക് ഇഷ്ടമല്ല. പക്ഷെ കെട്ടിക്കഴിഞ്ഞാൽ എന്നും ചേഴ്സാ. ഒന്ന് പോടാ. 6 കഴിഞ്ഞാൽ പിന്നെ ഇതാ പതിവ്. എന്റെ മോൻ അപ്പച്ചോട് ക്ഷമിക്കണം. എന്തിനാ അപ്പച്ച? ഈ പിടുത്തം വിട്ടാടിയാണല്ലോ അടിക്കണേ. കണ്ടോളൂ മുതലാളി, കണ്ടോളൂ. അന്നത്തെ ദേഷ്യത്തിന് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. എല്ലാം എന്റെ മോൻ മറക്കണം. അപ്പച്ചോട് ക്ഷമിക്കണേ. എന്നോടും കൂടി ക്ഷമിക്കണം. ഗുണ്ടയ്ക്ക് കൊട്ടേഷൻ കൊടുത്തതും അറേഞ്ച് ചെയ്തതൊക്കെ ഞാനാ. അല്ലെങ്കിലും അപ്പച്ചൻ നല്ലവനാ. ഇവനെ പോലുള്ള അലവലാദികളാ ഇങ്ങനെയുള്ള മഹാമനസ്കരെ വഴിതെറ്റിക്കുന്നത്. സത്യം. അപ്പൊ ഞാൻ പുറത്തായോ? ഞാൻ പോവില്ല. ഞാൻ നിന്നെ പ്രേമിക്കുന്നു ഇവനെ ഞാൻ മാൻകിടാവേ, ചവിട്ടിക്കൂട്ടും. ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ, മെയ്യിൽ പാതി പകുത്തു തരൂ, മനസ്സിൽ പാതി പകുത്തു തരൂ മാൻകിടാവേ. ഈ പാട്ടൂടെ പാടണ്ട. എന്നാ വേറെ പാട്ടെ. കൊള്ളിക്കുമ്പോൾ ഒളിച്ചു ഞാൻ കണ്ടു നിന്റെ കുളി. നീ ഒരു പാട്ടും പാടണ്ട. ഇനി പാടിയെന്നിന്റെ തല ഞാൻ വെട്ടും. പണ്ട് എസ്തപ്പൻ സാറും ഇതുപോലെ പാടിയെന്നല്ലോ. അങ്ങനെ പാടി പാടിയാണ് ഒരുത്തി എന്റെ കൂടെ ഇറങ്ങി പോകുന്നത്. മനസ്സിലായോ? സാറേ, അതേ ഏത് പാട്ടായിരുന്നു? ഒന്ന് പറഞ്ഞു തരുമോ? വേണ്ടായിരിക്കടാ. ഇനി പാട്ട് പാടുന്ന ഒരു പാപ്പാൻ ഈ കുടുംബത്ത് വേണ്ട. ഇയാൾക്ക് അസൂയാണ്. പിന്നെ ഇയാള് പറഞ്ഞാ ഞാൻ പാടാതിരിക്കാൻ പോണല്ലേ. കൊറേ പാപ്പാമാരെ കുത്തി കൊന്നിട്ടുണ്ടല്ല. ഈ ദുഷ്ടനൊന്നും കണ്ടില്ലേ? ഇങ്ങോട്ട് വാ, വന്നേ ഇങ്ങോട്ട്. അടുത്ത ജന്മങ്ങളിൽ ഒരു പാപ്പാനായിട്ട് ജനിച്ചാ മതിയായിരുന്നു. റോസി!
പേടിച്ചു പോയല്ലോ. ധർമ്മേട്ടനായിരുന്നോ? പിന്നെ ആരാന്ന് വിചാരിച്ചു? റോസിയെ കാണാൻ എന്ത് ഭംഗിയാ. താങ്ക്സ്. എനിക്ക് റോസി ഒരുപാട് ഇഷ്ടമാണ്. പോ ധർമ്മേട്ട. ധർമ്മേട്ട, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ? 1 2 1000 ചോദിച്ചോ? ആ ചുവന്ന കളറുള്ള ലോക്കറ്റിന്റെ മാല ഭയങ്കര ഇഷ്ടാ. ആണോ? ആനവാല് വിറ്റ കാശിന് വാങ്ങിയതാ. അതെനിക്ക് തരൂ. എപ്പ തന്നു ചോദിച്ചാ പോരെ. ഇന്നാ, ഇനി മുതൽ ഇത് റോസിക്ക. പിടിച്ചോ. ആനവാൽ മോതിരമുണ്ട്. റോസി ഇങ്ങ് വന്നേ. വാ. ശരി ശരി കഴിഞ്ഞ ആദ്യം തന്നത് തീർക്ക്. ശരി ഓക്കെ. ആ പിന്നെ മുതലാളി, പാലേന്ന് മാത്തുക്കുട്ടി വിളിച്ച് റോസിനെ പെണ്ണ് കാണാൻ വരുന്ന ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. എന്താ പറയണ്ടേ? വരണ്ടാന്ന് പറയൂ. അതെന്താ അങ്ങനെ? എന്റെ മനസ്സിൽ മറ്റൊരാലോചനയുണ്ട്. ആനക്കാട്ടിൽ ചാക്കോച്ചി. എന്താ നിന്റെ അഭിപ്രായം? ഞാനും ഇതൊന്നും അങ്ങോട്ട് പറയാൻ ആലോചിച്ചതാ. നീ എന്ത് പറയുന്നു? റോസിയുടെ ഭാഗ്യല്ല അപ്പച്ച. പിന്നെ എല്ലാന്റെ ഇച്ഛായി വന്നേറിയിട്ട് ഐശ്വര്യ. ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെ. വേണ്ട. വേണ്ടേ? വേണ്ടെങ്കി വേണ്ട. ആനക്കാട്ടിൽ ഈപ്പച്ച സമ്മതിക്കോ? നമ്മളെക്കാട്ട് 100 ഇരട്ടി സ്വത്തുണ്ട് ഈപ്പച്ചന്. ചാക്കോച്ചിയുടെ സംസാരത്തിൽ നിന്ന് റോസിമോളെ ഇഷ്ടാണെന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ. ഒന്ന് എണീറ്റ് പോടാ അവിടുന്ന്. 500 പവന്റെ പാരമ്പര്യ സ്വത്ത് അലമാരയിൽ ഇരിപ്പുണ്ട്. കൂടുതൽ വേണമെങ്കിൽ കൊടുക്കാം. മുണ്ടക്കത്തെ നമ്മുടെ എസ്റ്റേറ്റ് എഴുതി കൊടുക്കാം. ഈശോ, നീ പോയി ഒന്ന് സംസാരിക്കേ. ഓ, അത് വേണോ? ഓ, ഒരു നല്ല കാര്യത്തിലാണെങ്കിൽ മുന്നിൽ വന്ന് നിന്നോളും ദുശ്ശകുനം. ഒന്നാണ്ട് മാറോ. എന്നെ കൊണ്ട് പറ്റണൊക്കെ ഞാൻ പറയുന്നുണ്ടേ. നീ എന്താ ആലോചിക്കണേ? ഞാനേ എന്റെ വലിയൊരു മാലയും 2 മോതിരവും കാണാനില്ല. ആർക്കെങ്കിലും ഊരി കൊടുത്തൊന്ന് ആലോചിച്ച് നോക്ക്. റോസിക്ക് ഞാൻ ഊരി കൊടുത്തായിരുന്നു. പക്ഷെ സ്വപ്നത്തിലാണല്ലോ. സ്വപ്നത്തിലാണെങ്കിലും കൊടുത്തില്ലേ? അത് മതി. സാധനം സേഫാ. ആണോ? ആ, ഇവിടത്തെ റോസി. ഞാൻ ഇന്നലെ എന്റെ മാലയും മോതിരം റോസിക്ക് തന്നായിട്ട് സ്വപ്നം കണ്ടായിരുന്നു. അതിപ്പോഴും കയ്യിലുണ്ടോ? സ്വപ്നം കണ്ടതല്ലേ? അത് ഞാൻ എന്റെ ഹൃദയത്തിന്റെ ലോക്കറിൽ വെച്ച് പൂട്ടിയിട്ടുണ്ട്. കള്ളി. സമാധാനായി. കണ്ടായിരുന്നോ? കണ്ടു. എന്തു പറഞ്ഞു? അത് അവളുടെ ലോക്കറിലുണ്ട് മോനെ. ഭാഗ്യം.